പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം വലിയ നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒട്ടുമിക്ക ISL ക്ലബ്ബുകളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, തട്ടിക്കൂട്ടി നടത്തിയ ഒരു സീസണായിരുന്നു ഈ ഒരു ISL സീസൺ. ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ടീമിലെ പ്രധാന താരങ്ങളെല്ലാം ക്ലബ്ബുകൾക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. പകരം ടീമിലേക്ക് ക്വാളിറ്റി കുറഞ്ഞ വിദേശ താരങ്ങളെയായിരുന്നു ക്ലബ്ബുകൾ ടീമിലേക്ക് എത്തിച്ചത്. മാർക്കസ് അടക്കമുള്ളവർ പറയുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് അടച്ചുപൂട്ടാൻ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അതിനുള്ള കാരണം ക്ലബ്ബ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിന് ശേഷം ക്ലബ്ബ് അടച്ചുപൂട്ടാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് മാർക്കസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ ചെന്നൈ FC ഈ ഒരു തീരുമാനം എടുക്കാനാണ് ആലോചിക്കുന്നത്. ചെന്നൈ FC ആയാലും ഫിനാൻഷ്യലി വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീസണിന് ശേഷം ക്ലബ്ബ് പ്രവർത്തനം നിർത്താനായിട്ട് ആലോചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില ISL ക്ലബ്ബുകളും പ്രവർത്തനങ്ങൾ നിർത്താനായിട്ട് ആലോചിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ISL ക്ലബ്ബുകളും വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യ ഫുട്ബോളിൻ്റെ അവസ്ഥ തീർത്തും മോശം തന്നെയാണ്. അടുത്ത സീസൺ നടക്കുമോ എന്നുള്ള കാര്യം പോലും സംശയത്തിൽ തന്നെയാണ്. അടുത്ത സീസൺ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പ് നൽകാനും AIFFന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഇന്ത്യ ഫുട്ബോളിൻ്റെ നിലവിലെ അവസ്ഥയെ തുടർന്ന് രാഹുൽ KP പ്രതികരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ KP ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. രാഹുലിൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ്: ഇന്ത്യ ഫുട്ബോൾ നശിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഫുട്ബോളിനെ നശിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഈ ഒരു അവസ്ഥയിൽ എത്താൻ സഹായിച്ച എല്ലാവരുടെയും കോൺട്രിബ്യൂഷനെ ഞാൻ അഭിനന്ദിക്കുകയാണ് എന്നും രാഹുൽ തീർത്തും അത്രമാത്രം മോശം അവസ്ഥയിലൂടെയാണ് ISL ക്ലബ്ബുകളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം പോലും സംശയത്തിലാണ്. എന്തായാലും ISLുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.